ചോദിച്ചു നിങ്ങൾ സെക്കൻഡറി കാസ്റ്റിംഗ് എന്ന് പറഞ്ഞത് മോഹൻലാൽ സാറിനെയാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. ഒരതെ എന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ കൂടെ സിനിമ ചെയ്യാൻ താല്പര്യമില്ല. ആയുഷ്മാൻ ഖുറാന അടുത്ത് പറഞ്ഞ കഥ ആയുഷ്മാൻ ഖുറാനക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ ബോളിവുഡ് പടം തന്നെയല്ലേ? പക്ക ഹിന്ദി മൂവി. അപ്പോൾ അതിൽ എനിക്ക് ലാൽ സാറിന് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ എഴുതി ഫുൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞാൽ. പക്ഷേ ഇവർ ചർച്ച ചെയ്ത് ഒരു 6-7 മാസത്തോളം ചർച്ച. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചർച്ച ചെയ്തോളൂ, എത്ര വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ നിങ്ങൾ ആദ്യം ഈ പടം കമ്മിറ്റ് ചെയ്യണം. ഇദ്ദേഹമായിട്ട് ലാൽ സാറായിട്ട് കമ്മിറ്റ് ചെയ്യണം. ലാൽ സാർ എൻ്റെ പടത്തിൽ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെനിക്കൊരു ഇമെയിൽ അയച്ചു. നമ്മുടെ ടീമിന് ഫുൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ് വന്നാൽ മാത്രമേ നമ്മൾ സെക്കൻഡറി കാസ്റ്റിംഗിലേക്ക് പോകുള്ളൂ. അപ്പം ഞാൻ അവരെ ഫോൺ ചെയ്തു. ഞാൻ ചോദിച്ചു നിങ്ങൾ സെക്കൻഡറി കാസ്റ്റിംഗ് എന്ന് പറഞ്ഞത് മോഹൻലാൽ സാറിനെയാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. ഒരതെ എന്ന് പറഞ്ഞു. ഞാൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ടോപ്പ് ആക്ടേഴ്സിലുള്ള ഒരാളെ നിങ്ങൾ സെക്കൻഡറി കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് നിങ്ങളുടെ കൂടെ സിനിമ ചെയ്യാൻ താല്പര്യമില്ല എന്ന് അവർക്കൊരു ഇമെയിൽ അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കമ്മിറ്റ് ചെയ്യാൻ. ഞാൻ പറയില്ല ഇനി നമ്മൾ തമ്മിൽ ജെല്ലാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു നിയമയുദ്ധമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഇമെയിൽ അയക്കുന്നു. എൻ്റെ വക്കീൽ അങ്ങോട്ടൊരു ഇമെയിൽ അയക്കുന്നു, അവരുടെ വക്കീൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഇമെയിൽ അയക്കുന്നു. അവസാനം എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്ത് അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുത്ത് NDA വാങ്ങിച്ചു അവരുടെ അടുത്ത്. നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് ഞാൻ അവരെ കൊണ്ട് സൈൻ ചെയ്യിച്ചു. എൻ്റെ കഥ അവർക്ക് അറിയാമായിരുന്നല്ലോ. പക്ഷേ അത് ഇപ്പം മറ്റൊരു കമ്പനിയായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പടം ചിലപ്പോൾ നടക്കുമായിരിക്കും, അറിയില്ല. ബോളിവുഡ് തന്നെ